ഗുജറാത്തിലെ രാജ്കോട്ടിൽ വൻ തീപിടുത്തത്തിൽ കുട്ടികളടക്കം 24 പേർ മരിച്ചു. തീപിടിച്ചത് TRP ഗെയിമിംഗ് കേന്ദ്രത്തിലാണ്. സംഭവത്തിൽ സ്ഥാപന ഉടമ അറസ്റ്റിലായിട്ടുണ്ട്. വിവരങ്ങൾ നൽകാൻ നന്ദു വിനോബൻ ചേരുകയാണ് നാഷണൽ ഡെസ്കിൽ നിന്നും. നന്ദു, ഈ തീപിടുത്തത്തിലേക്ക്, അപകടത്തിലേക്ക് നയിച്ച കാരണം എന്താണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരങ്ങൾ? എങ്ങനെയാണ് സാഹചര്യം? അസിത, ഗുജറാത്തിലെ രാജ്കോട്ടിലെ നാനാമാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ TRP ഗെയിമിംഗ് സോൺ ഉള്ളത്. അവിടെ ഇന്ന് വൈകിട്ട് 4:15 കൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. ഏകദേശം 24 പേർ മരിച്ചു എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. 15ഓളം കുട്ടികളെയും രക്ഷപ്പെടുത്തിയെന്നുള്ള വിവരം കൂടി ഈ അവസരത്തിൽ ലഭിക്കുന്നുണ്ട്. AC പൊട്ടിത്തെറിച്ചതാണ് ഈ ഒരു തീപിടുത്തത്തിലേക്ക് നയിച്ചതെന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം. ഈ TRP ഗെയിമിംഗ് സോൺ എന്ന് പറയുന്നത് രാജ്കോട്ടിലെ തന്നെ ഏറ്റവും വലിയ ഗെയിമിംഗ് കേന്ദ്രമാണ്. അവിടെ ഈ കുട്ടികൾക്കും അതോടൊപ്പം തന്നെ മുതിർന്നവർക്കും അടക്കം കളിക്കാൻ പാകത്തിനുള്ള വീഡിയോ ഗെയിമുകൾ, കാർട്ട് റേസിംഗ് അടക്കം വളരെ വിപുലമായ സജ്ജീകരണങ്ങളാണ് അവിടെയുള്ളത്. ഈ TRP ഗെയിമിംഗ് സോണിൻ്റെ താൽക്കാലികമായി പണിഞ്ഞ കേന്ദ്രത്തിലാണ് നിലവിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ AC-യിലുണ്ടായ ഒരു തീപിടുത്തമാണ്, AC-യിലുണ്ടായ ഒരു പൊട്ടിത്തെറിയാണ് തീപിടുത്തത്തിലേക്ക് നയിച്ചത്. അവധിക്കാലമായതുകൊണ്ട് തന്നെ നിരവധി വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും അടക്കം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഈ നമുക്ക് ലഭിക്കുന്ന വിവരം. തീ അണയ്ക്കാനുള്ള ശ്രമം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ താൽക്കാലിക കേന്ദ്രത്തിൽ തീ പിടിച്ചതോടുകൂടി അത് പൂർണ്ണമായും തകരുന്നൊരു അവസ്ഥയുണ്ടായി. അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റും അവിടെ വീശുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാണ്. എങ്കിലും എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. ഈ ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പാട്ടീലടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ എല്ലാ ആശുപത്രികളും സജ്ജീകരിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, തീ അണയ്ക്കാനുള്ള ശ്രമം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 ഫയർ ടെൻഡറുകൾ ഇപ്പോൾ നിലവിൽ സ്ഥലത്തുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ ഫയർ ടെൻഡറുകൾ അടക്കം സ്ഥലത്തേക്ക് എത്തിക്കുമെന്നും അതോടൊപ്പം തന്നെ ഈ അകത്ത് കുടുങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ട്. ആളുകൾ ഇനിയും മരണസംഖ്യ ഉയരാനും അതോടൊപ്പം തന്നെ നിരവധി ആളുകൾ അകത്ത് കുടുങ്ങിക്കിടക്കാനുമുള്ള സാധ്യതയും ഈ നിമിഷത്തിൽ തള്ളിക്കളയാനാവുകയില്ല. അതുകൊണ്ട് തന്നെ സാധ്യമായ ഇപ്പോൾ ഈ മരണപ്പെട്ടവരുടെ വിവരങ്ങളാണ് പ്രാഥമികമായ കണക്കുകളായി നമ്മുടെ മുന്നിലുള്ളത്. നന്ദു തന്നെ പറഞ്ഞതുപോലെ അവധിക്കാലമാണ്, ഒരുപാട് പേർ ഇവിടെ വരാനുള്ള സാധ്യതയുണ്ട്. എത്ര പേർ ഈ അപകടം നടക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച് അധികൃതർക്ക് കൃത്യമായ ഏകദേശമെങ്കിലും വിവരമുണ്ടോ? അസിത, അത്തരത്തിലുള്ള വിവരം, എത്ര പേരുണ്ടായി എന്നുള്ള വിവരം ഇതുവരെയും പുറത്തു വിട്ടിട്ടില്ല. എന്നാൽ മരണസംഖ്യ ഉയരാൻ ഇനിയും സാധ്യതയുണ്ടെന്നുള്ള ഒരു നിഗമനത്തിലേക്ക് അധികൃതർ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ 24 പേരെ രക്ഷപ്പെടുത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 24 പേർ മരിച്ചു, 15 പേരെയോളം രക്ഷപ്പെടുത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എത്ര പേർ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നുള്ളത് അറിയാൻ സാധിക്കുന്നില്ല. കാരണം അതിന് ഈ രജിസ്റ്റർ അടക്കം പരിശോധിക്കേണ്ടി വരും. താൽക്കാലിക കേന്ദ്രത്തിലാണ് ഇത്തരത്തിൽ ഈ രജിസ്റ്റർ ഉള്ളതെങ്കിൽ അത് തകർന്ന സാഹചര്യത്തിൽ ഈ എത്ര പേരവിടെ ഉണ്ടായി, എത്ര പേർ ആ സമയത്ത് അവിടെ ഉണ്ടായി എന്നുള്ള കണക്കുകൾ മനസ്സിലാക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. അത്തരത്തിലുള്ള കണക്കുകളൊന്നും തന്നെ നിലവിൽ പുറത്തു വന്നിട്ടില്ല. എന്നാൽ വരും മണിക്കൂറുകളിൽ അത്തരം വിവരങ്ങൾ അധികൃതർ ഏതെങ്കിലും തരത്തിൽ പുറത്തു വിടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ മനസ്സിലാക്കേണ്ടത്. അസിത, നന്ദു, ഇപ്പോൾ ഈ സ്ഥാപന ഉടമയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ അവരുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായതായാണോ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്? അത്തരത്തിലാണോ വിവരങ്ങൾ? അസിത, ഈ AC പൊട്ടിത്തെറിച്ചുവെന്നാണ് നിലവിൽ അത്തരത്തിലൊരു നിഗമനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. എന്നാൽ ഈ സ്ഥാപന ഉടമയായ യുവരാജ് സിംഗ് സോളാങ്കിയെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കൂടുതൽ ചോദ്യം ചെയ്യലുകൾ അടക്കം നടക്കും. അവിടെ മുൻകരുതൽ, ഈ താൽക്കാലിക കേന്ദ്രമായതുകൊണ്ട് തന്നെ അവിടെ മുൻകരുതൽ കൃത്യമായി സ്വീകരിച്ചിട്ടുണ്ടോ, അതോടൊപ്പം തന്നെ കൃത്യമായ ഫയർ പ്ലാനിംഗ് ഉണ്ടോ, ഇതൊക്കെയുള്ള കാര്യങ്ങൾ ഈ ചോദ്യം ചെയ്യലിലൂടെ മാത്രമായിരിക്കും വ്യക്തമാകുന്നത്. എന്തായാലും ഉടമയ്ക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ താൽക്കാലിക കേന്ദ്രമായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ചില നിയമാവലികൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതൊരു ഗെയിമിംഗ് സെൻ്ററാണ്. അവിടെ നിരവധി കുട്ടികളും മാതാപിതാക്കളടക്കം നിരവധി ആളുകൾ വരുന്നൊരു സാഹചര്യമാണ്. അതൊക്കെ കണക്കിലെടുത്ത് തന്നെ ഇത്തരത്തിലുള്ള ബിൽഡിങ്ങുകൾ താൽക്കാലികമായാലും പെർമനൻ്റ് ആയാലും പണിയുമ്പോൾ ഇത്തരത്തിലുള്ള ഫയറുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്ലാനുകളൊക്കെ തന്നെ ഉണ്ടാകേണ്ടതാണ്. എന്നാൽ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ പാലിച്ചിട്ടുണ്ടോ, എല്ലാ തരത്തിലുള്ള നിയമ നടപടികൾക്ക് വിധേയമായാണോ ഈ താൽക്കാലിക കേന്ദ്രം നിർമ്മിച്ചത് എന്നടക്കമുള്ള വിവരങ്ങൾ ഇനി ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ പുറത്തു വരികയുള്ളൂ. എന്തായാലും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ യുവരാജ് സിംഗ് സോളങ്കി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അസിത, ശരി നന്ദു, ഗുജറാത്തിലെ രാജ്കോട്ടിലെ TRP ഗെയിമിംഗ് സോണിലുണ്ടായ തീപിടുത്തത്തിലാണ് 24 കുട്ടികളടക്കം
മരിച്ചിരിക്കുന്നത്. ഇപ്പോൾ രക്ഷാദൗത്യം പുരോഗമിക്കുകയാണ്. AC പൊട്ടിത്തെറിച്ചതാണ് അപകട കാരണമെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. നിരവധി പേർ സംഭവ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. സ്ഥാപന ഉടമയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. നന്ദു വിനോഭനാണ് വിവരങ്ങൾ നൽകിയത്.